اقرأ باسم ربك الذي خلق اقرأ باسم ربك الذي خلق ആദ്യത്തെ ആയത്ത് اقرأ باسم ربك الذي خلق 5 വാക്യങ്ങളാണെന്ന് പറയാം 5 വാക്കുകൾ اقرأ باسم ربك الذي خلق ആദ്യമായി റബ്ബാനിയായ ഇലാഹായ റെവലേഷൻ അല്ലാഹുവിന്റെ ഒരു വിവരം മനുഷ്യരിലേക്ക് കൈമാറാൻ അന്ത്യ റസൂലിന്റെ കയ്യിലേക്ക് അല്ലാഹു കൈമാറുകയാണ് അവരുടെ അല്ലാഹുവിന്റെ പരിശുദ്ധരായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. ജിബ്രീൽ അലൈഹിസ്സലാം മൂസ നബിക്ക് തൗറാത്ത് കൊടുത്തത്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈസ നബിക്ക് സബൂർ കൊടുത്തത്, അല്ല ദാവൂദ് നബിക്ക് ഈസാ നബിക്ക് ഇഞ്ചീൽ കൊടുത്തത് ആനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആഖിറുർ റസൂലിന് ഖാതിമുൻ നബിയീനിന് കൊടുക്കുന്ന ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് നോക്കണം. ആദ്യത്തെ ആയത്ത് ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ അത് ആലോചിക്കണ്ടേ? ആദ്യം അറിഞ്ഞത് ഇപ്പൊ എന്താ? ഇഖ്റ എന്ന വാക്ക് മാത്രമല്ലല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഇഖ്റ വായിക്കുക. ഭൂമിയിലേക്ക് നടന്നതൊക്കെ വായനയാണ്. ഭൂമിയുടെ മണ്ണും മണലും ഇതൊക്കെ വായിക്കാനുള്ളതാണ്. വായിക്കും. എന്തൊക്കെ വായിക്കപ്പെടാനുണ്ടോ, വായിക്കപ്പെടാൻ പറ്റുമോ, സൃഷ്ടാവിനെ അറിയിക്കാൻ പറ്റുമോ, അതെല്ലാം വായിച്ചേക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്, അങ്ങയെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, ആ രക്ഷിതാവാണ് എല്ലാം സൃഷ്ടിച്ചത്. എല്ലാം എന്ന് തഫ്സീറ. ഖലഖ, അവനാണ് സൃഷ്ടിച്ചത്. എന്ത് സൃഷ്ടിച്ചു? അതിന്റെ മഫ്ഊൽ ബിഹി എന്ന് പറയും. ഖലഖ, അത് ട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, സകർമ്മക ക്രിയയാണ്. മലയാളം കറിഞ്ഞ കുറച്ചും കൂടെ അടങ്ങാറില്ല. സകർമ്മകം അകർമ്മകം എന്നൊക്കെ പറഞ്ഞ കർമ്മം ചെയ്ത ഒരു വസ്തു, ചെയ്യപ്പെട്ട ഒരു വസ്തു വേണം. വന്നു, ആര് വന്നു, കഴിഞ്ഞു. എന്ത് വന്നു എന്ന് പറയോ? ഇല്ല, ആര് വന്നു അത്രേ വരൂ. നേരെ മറിച്ച് കണ്ടു, ആര് കണ്ടു, എന്ത് കണ്ടു എന്ന് ചോദിക്കും. ആ എന്ത് എന്ന മഫ്ഊൽ ബിഹി, അത് അങ്ങനത്തെ വെർബുകൾക്കാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിറ്റീവ് മുതഅദ്ദിയായ ഫിഅൽ എന്ന് പറയാ. ഖലഖ, സൃഷ്ടിച്ചവനാണ് അവൻ. എന്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോ? ഇല്ല. അറബി ഭാഷയുടെ അത്ഭുതം, ഒരു വസ്തുവിന്റെ മഫ്ഊൽ ബിഹി പറഞ്ഞാൽ അത് ഹദ്ഫ് ചെയ്ത് കളഞ്ഞാൽ, അത് പറയാതിരുന്നാൽ, എന്ത് എന്ന് പറയാതിരുന്നാൽ, എന്തെല്ലാം ആ വാക്കിന്റെ പരിധിയിലേക്ക് വരാമോ അതെല്ലാം അതിൽ പെട്ടു എന്നാണ്. ഇഖ്റ, വായിക്കുക. എന്ത് ഒരു കിതാബ് മാത്രം വായിച്ചാൽ പോരാന്നല്ല പറയും. വായിക്കുക. എന്തെല്ലാം വായിക്കപ്പെടാനുണ്ടോ അതൊക്കെ വായിച്ചേക്കണം. മഫ്ഊൽ ബിഹി പറഞ്ഞിട്ടില്ല അല്ലാഹു, എന്തെന്ന് പറഞ്ഞിട്ടില്ല. വായിക്കുക. പടച്ചവനാണ് അല്ലാഹു, അവനാണ് ഖാലിഖ്, അവനാണ് സൃഷ്ടിച്ചവൻ. എന്ത് സൃഷ്ടിച്ചു? എല്ലാം സൃഷ്ടിച്ചവൻ അവനാ. എല്ലാം എന്ന് പോലും പറയേണ്ട ആവശ്യം എന്താണ്? അറബ് ഭാഷയിൽ ഇതൊക്കെ പറ്റുള്ളൂ. അറബ് ഭാഷയിലെ ഇങ്ങി ഒരു ഭംഗി കിട്ടുള്ളൂ. ആ ഭാഷയുടെ ഏറ്റവും അത്ഭുതം അതാണ്. ഖലഖ എന്ന് പറഞ്ഞപ്പോഴും എല്ലാം എന്ന അർത്ഥം വന്നു അവിടെ. എല്ലാം പടച്ചവനവനാണ്. ആ രക്ഷിതാവിന്റെ നാമത്തിൽ വായിച്ചേക്കണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് നടത്തിയവനാണ്. എന്തുകൊണ്ട് എന്റെ ആരാപ്പിന്റെ രക്ഷിതാവായത്? അവനാണോ നിന്നെ പടച്ചത്. അതാണ് വിഷയം. ഖാലിഖ് അവനാണ്. നീ ഷൈആൻ, നീ വസ്തുവാൻ. അല്ലാഹു ഖാലിഖാൻ, അവനാണ് പടച്ചത്. ആ പടച്ചവന്റെ നാമത്തിൽ നീ വായിച്ചേക്കണം. അത് മാത്രം പോരെ, ഈ രക്ഷായത്ത് എന്തൊരു അത്ഭുതമാണ്. വായിക്കണം, പഠിക്കണം. എന്താ നീ പഠിക്കണത്? നിന്റെ രക്ഷിതാ അള്ളാന്റെ നാമം എന്ന് പറഞ്ഞാൽ മതി അവിടെ. പക്ഷെ അള്ളാഹു നിന്റെ രക്ഷിതാവാണ്. നിന്നെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരുന്നവൻ അവനാണ്. നിനക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി തന്നവൻ അവനാണ്. ഇതൊക്കെ ആശയം വന്നു റബ്ബ് എന്ന് പറഞ്ഞപ്പോ. അവിടെ അള്ളാഹ് എന്ന് പറഞ്ഞപ്പോ നിന്റെ രക്ഷിതാവിനെ വന്നിട്ടു, നിന്റെ അള്ളാഹുനെ വന്നിട്ടുള്ളൂ. റബ്ബ്, നിന്റെ തർബിയത്ത് ചെയ്തവനാണ് അള്ളാഹു. നിനക്കിവിടെ ജീവിക്കണമെങ്കിൽ ഓക്സിജൻ വേണം, ഇത് ഭൂമിയിൽ കൊണ്ടുവന്നവൻ അള്ളാഹുവാണ്. നിനക്ക് കുടിക്കാൻ വെള്ളം വേണമല്ലേ, ഇതിവിടെ സംവിധാനിച്ചത് പടച്ച റബ്ബാണ്. നിനക്ക് ഭൂമി വേണം, നിനക്ക് വീട് വേണം, തണൽ വേണം, വെളിച്ചം വേണം, ചെടി വേണം, കായകൾ വേണം, ഗ്രെയിൻസ്, ധാന്യം വേണം. ഇതൊക്കെ നിന്റെ തർബിയത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ നിനക്ക് കൊണ്ടുതന്ന ഖലഖ അല്ലദീ ഖലഖ, അവനാണ് സൃഷ്ടിച്ചത്. ബാക്കിയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോ എന്തിന് പടച്ചവനെ മനസ്സിലാക്കണം? എന്തുകൊണ്ട് അള്ളാഹുവായി ഖലഖ, അവനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നീ റബ്ബിനെ പറ്റി പഠിക്കണം, മനസ്സിലാക്കണം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه.